പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ടെൻഡ് ഹോളി സ്പിരിറ്റ് എന്ന ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് ഇന്ന് ഒരു വർഷം പൂർത്തീകരിക്കുകയാണ്. 2024 നവംബർ മാസം 19 തീയതി ആയിരുന്നു ടെൻഡ് ഹോളി സ്പിരിറ്റിൻ്റെ ആദ്യത്തെ വീഡിയോ സംരക്ഷണം ചെയ്തുകൊണ്ട് ഈ ചാനൽ ആരംഭിക്കുവാൻ കർത്താവ് സഹായിച്ചത്. കഴിഞ്ഞ ഒരു വർഷം വളരെ ജയകരമായി കർത്താവ് നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു എളിയ സംരംഭത്തെ കർത്താവ് പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിൽ വളർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ധാരാളം സ്നേഹിതർ, ധാരാളം അഭ്യുദയകാംക്ഷികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യക്ക് പുറത്തു നിന്ന് പോലും ഒരുപാട് പേർ ഇതിൻ്റെ ഭാഗമാകാൻ കർത്താവ് സഹായിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു ചെറിയ കഷ്ടതയുടെയും ചെറിയ ദുഃഖത്തിൻ്റെയും വേളകളിലാണ് ടെൻഡ് ഹോളി സ്പിരിറ്റ് എന്ന ഈ ചാനൽ ആരംഭിക്കാൻ കർത്താവ് സഹായിച്ചത്. എന്നാൽ ദൈവം അതിനെ വിശാലമായിരിക്കുന്ന അളവിൽ വളർത്തി. പ്രതീക്ഷിച്ചതിനേക്കാളും മുകളിൽ കർത്താവിൻ്റെ വലിയ കരം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഈ ചാനൽ ആശ്വാസമായിരുന്നു എന്നുള്ളതിന് വളരെയധികം സന്തോഷമുണ്ട്. അതിൽ കൃതാർത്ഥതയുണ്ട്. പലരും വിളിച്ച് അവരുടെ സന്തോഷവും അവരുടെ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അനേകം പേര് പ്രോത്സാഹനങ്ങൾ അറിയിക്കാറുണ്ട്. ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ദുഃഖത്തിൽ ടെൻഡ് ഹോളി സ്പിരിറ്റ് ആശ്വാസമായിരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃതാർത്ഥത നൽകുന്ന ഒരു സംഗതിയാകുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകിത്തന്ന ദൈവിക വചനത്തിൻ്റെ വെളിപ്പാടുകൾ, പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നൽകിത്തരുന്ന ദൈവിക അരുളപ്പാടുകൾ, ചില സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് എന്നെ ഉറപ്പിച്ച ദൈവവചന ഭാഗങ്ങളാണ് പലപ്പോഴും ഞാൻ ഈ ചാനലിലൂടെ സംരക്ഷണം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. അത് അനേകം പേർക്ക്, എന്നെപ്പോലെ തകർന്നു പോയവർക്ക്, എന്നെപ്പോലെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിലായി പോയവർക്ക്, എന്നെപ്പോലെ ദുഃഖങ്ങളുടെ കയങ്ങളിലേക്ക് മുങ്ങിപ്പോയവർക്ക് അത് ആശ്വാസമായി തീർന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു വസ്തുതയാകും. ഈ ഒരു വർഷം പൂർത്തീകരിക്കുമ്പോഴത്തേക്കും ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സകല ബഹുമാനവും ആരാധനയും പുകഴ്ചയും സ്തോത്രവും അർപ്പിക്കുകയാണ്. ഇതുവരെ വരാൻ തക്കവണ്ണം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കർത്താവ് ഇത്രത്തോളം നടത്തി. വളരെ ജയകരമായി കർത്താവ് മുന്നോട്ട് നയിച്ചു. ഒരുപാട് പേർക്ക് ടെൻഡ് ഹോളി സ്പിരിറ്റ് ആശ്വാസമായി എന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ നന്മയാകട്ടെ തിന്മയാകട്ടെ ഒരിക്കൽ പോലും അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ദോഷമായി മാറത്തില്ല. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വേദഭാഗമുണ്ട്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ദോഷത്തിന് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? എന്ത് തിന്മയ്ക്കായി സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അതിനെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ നടുവിലുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏകാന്തതകൾ, ഒറ്റപ്പെടലുകൾ, തകർച്ചകൾ, ജീവിതത്തിൻ്റെ പിരിമുറുക്കം പിടിച്ച അനുഭവങ്ങൾ, ഇതെല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. കഴിഞ്ഞ ഒരു വർഷം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആഴമായി അനുഭവിക്കാൻ കർത്താവ് സഹായിച്ചു. തകർച്ചകളെ എങ്ങനെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ ചവിട്ടുപടിയാക്കാൻ കഴിയും, എങ്ങനെയാണ് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന ശുശ്രൂഷകളെ ഏതു വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളതൊക്കെ ചെറിയ അളവിലെങ്കിലും കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു വർഷമായിരുന്നു. അങ്ങനെയാണ് ഈ ടെൻഡ് ഹോളി സ്പിരിറ്റ് എന്ന ചാനൽ തന്നെ ആരംഭിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിച്ചത്. തീർച്ചയായിട്ടും അത് അനേകം പേർക്ക് ആശ്വാസമായി. അനേകം പേർ അതിലൂടെ വിടുവിക്കപ്പെട്ടു. ധാരാളം പേർ അവരുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ വിളിച്ച് അറിയിക്കാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷം സപ്പോർട്ട് ചെയ്ത, പ്രാർത്ഥിച്ച, നിങ്ങളുടെ പിന്തുണകൾ അറിയിച്ച, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം കണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർക്കുന്നു. നിങ്ങളോടുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ മനസ്സ് തുറന്ന് പ്രകടിപ്പിക്കുന്നു. നാളിതുവരെ നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും നന്ദി പറയുന്നു. തുറന്നും നിങ്ങളുടെ പിന്തുണ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് ആവശ്യപ്പെടുകയാണ്. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ശമൂവേൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമാണ് ഈ ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നത്. ഫെലിസ്തീർക്ക് നേരെ ഉണ്ടായ ഒരു വലിയ യുദ്ധം, അവൻ്റെ ജീവിതത്തിലെ നിർണായകമായിരിക്കുന്ന ഒരു ജീവിതാനുഭവം, അവനെന്ന ദൈവമനുഷ്യനെ, അവനെന്ന വില്ലാളിയെ ദൈവം രൂപപ്പെടുത്തിയെടുത്തിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭം 1 ശമൂവേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും. അവിടെ ഫെലിസ്തീർ അവന് നേരെ കടന്നു വരികയാണ്. എന്നാൽ ദൈവം ആ യുദ്ധത്തിൽ അവന് ജയം കൊടുക്കുകയാണ്. ഒരു വാള് പോലും ഉപയോഗിക്കാതെ, ഒരു വ്യക്തി പോലും അവിടെ മരിച്ചു വീഴാതെ, ഒരു രക്തച്ചൊരിച്ചിലുണ്ടാകാതെ ദൈവം ആ യുദ്ധത്തിൽ വിജയം കൊടുത്തു. അതുകൊണ്ട് മിസ്പയ്ക്കും ശേനിനും നടുവിൽ ഒരു കല്ലെടുത്ത നാട്ടി ശമൂവേൽ ആ സ്ഥലത്തിന് പേരിടുകയാണ് എബനേസർ. ഗോഡ് ബ്രോട്ട് us thus far. ഇതുവരെ കർത്താവ് കൊണ്ടുവന്ന എല്ലാ ദൈവിക വഴികൾക്കും, കർത്താവ് നടത്തിയ എല്ലാ അനുഗ്രഹത്തിൻ്റെ പാതകൾക്കും, ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കും, എല്ലാ പ്രാർത്ഥനകളുടെ പിന്തുണകൾക്കും, നൽകിത്തന്ന സ്നേഹിതർക്ക്, നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഇരട്ടിയായിട്ട് ദൈവം നൽകിത്തന്ന പ്രാർത്ഥന സഹകാരികൾക്ക്, ആത്മീക സൗഹൃദങ്ങൾക്ക് കർത്താവിനെല്ലാം നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. കൂടെ നിന്ന എല്ലാവരെയും ഓർക്കുന്നു. നിങ്ങളോടുള്ള വന്ദനവും സ്നേഹവും പങ്കുവെക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു.
ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും എൻ്റെ ഹോളി സ്പിരിറ്റിൻ്റെ ഭാഗമാകുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.